അയ്യോ മഞ്ഞക്കൊരു പൊട്ടി. മുട്ടയ്ക്ക് എന്തോ ഒരു പ്രശ്നമുള്ള കണക്ക്. അയ്യോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറൽ പീൽ ഓഫ് മാസ്ക്. ഞാൻ കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നത് ചെയ്യണം പക്ഷെ നടക്കുന്നില്ല. ഇപ്പം എന്തായാലും സാധനങ്ങളൊക്കെ ഒത്തു വന്നതുകൊണ്ട് ഒരു 2 ആഴ്ചയായെന്ന് തോന്നുന്നു. അപ്പോഴത്തേക്ക് മുട്ട കഴിഞ്ഞു. പിന്നെ സുജാനം വ്രതം ആയതുകൊണ്ട് ഞങ്ങൾ മുട്ട വാങ്ങിക്കാനൊന്നുമില്ല. ഇപ്പം ഒരാവശ്യം വന്നപ്പോൾ മുട്ട വാങ്ങിച്ചപ്പോൾ ഞങ്ങൾ ചെന്നാൽ അവിടെ നിൽക്കാന്ന്. നിങ്ങളൊരു സൗണ്ട് കേൾക്കുന്നുണ്ടോ? ആരും തെറ്റിദ്ധരിക്കണ്ട. അത് ലിയക്കുട്ടി അവിടെ നിന്ന് ഹേ നാക്കുക. കാരണം എന്താ? മുട്ട കണ്ടാൽ ലീക്ക് പ്രാന്ത. കണ്ടോ? ശ്രദ്ധിക്കുന്നു. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനായിട്ട് ആവശ്യമുള്ളത് ടിഷ്യൂ പേപ്പർ, പിന്നെ ഒരു സ്പൂണ്, ഒരു ബൗള്. ഇതെന്തിനാ? ഇളക്കാൻ. പിന്നെ എഗ്ഗ്, മുട്ട, കോഫി പൗഡർ. എനിക്കറിയത്തില്ല ഇത് സക്സസ് ആവുമെന്ന്. ഇതിനു മുമ്പ് ഞാൻ പണ്ടൊരു മുട്ട വെച്ച് ഇതുപോലൊരു മാസ്ക് ഞാൻ പണ്ട് ബ്യൂട്ടീഷ്യൻ ക്ലാസ്സിന് പഠിച്ചപ്പോഴത്തേക്ക് ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതെൻ്റെ ബ്രദറിൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അയ്യോ വലിച്ച മുഖക്കുരുവായി. ഇതിന് എനിക്ക് സക്സസ് ആവുമെന്തോ. അപ്പം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സക്സസ് ആവുമോ അതോ ഫ്ലോപ്പ് ആവുമോ എന്തോ നമുക്ക് നോക്കാം. ഈ മുട്ട പൊട്ടിക്കലാണ് ടാസ്ക്. മഞ്ഞക്കരു വീഴരുത്. ഓക്കെ ഗൈസ്, അപ്പോൾ മുട്ട പൊട്ടിച്ചിട്ട് നമുക്ക് ഇതിൽ വെക്കാം. വെള്ളം നമുക്കിതിൽ വിടാം. യെസ്, ഓക്കെ. സോറി. അയ്യോ ഭഗവാനെ രക്ഷിക്കണേ. അയ്യോ മഞ്ഞക്കൊരു പൊട്ടി. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതാണല്ലോ. മഞ്ഞേ വരല്ലേ മഞ്ഞേ എനിക്ക് വേണ്ട നിന്നെ. മുട്ടയ്ക്ക് എന്തോ ഒരു പ്രശ്നമുള്ള കണക്ക്. മുട്ട പന്നലായോ? മുട്ട പന്നലായി. ഒരു വാട വരത്തില്ലേ? വാടയൊന്നുമില്ല. ഓക്കെ, ഇത് മിക്കവാറും കോമഡിയാകും. ഈശ്വരാ, ഈ മുട്ടയ്ക്ക് എന്താ ഒരു മുട്ടയുടെ സ്മെല്ലില്ലാത്തത്? മുട്ടയുടെ സ്മെല്ല് പോലും ഇല്ല. അത് മൂക്കടിച്ചു പോയെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് കുറേ നാളുകൊണ്ട് ഞാൻ കോഫി കുടിക്കാത്തതുകൊണ്ട് കോഫി പൗഡർ ഇരിപ്പുണ്ടായിരുന്നു. പൊടിച്ചു കൊടുക്കാം. കട്ട പിടിച്ച്. ഓക്കെ. അയ്യോ മുട്ട കൂടിപ്പോയല്ലോ. കോഫി പൗഡർ മൊത്തം തട്ടേണ്ടി വരുമോ? മിക്കവാറും വേണ്ടി വരും. നമുക്കൊന്ന് ഇതാ എൻ്റെ പ്രശ്നം. സ്പൂൺ കിട്ടി. ഞാൻ സ്പൂണാണ് തപ്പിക്കൊണ്ടിരുന്നു. സെറ്റ്. ഈശ്വരാ ഭഗവാനെ കാത്തോളേ. ഈ ടിഷ്യൂ പേപ്പർ ഞാൻ എടുത്ത് അവിടെ കൊണ്ടുവച്ചപ്പോഴത്തേക്ക് ലിയ ഓടി വന്ന് എന്തോ കൈ വെച്ച് ഇങ്ങനെ മാന്തി തന്നു. ഓക്കെ, നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. സക്സസ് ആവണേ. 3-4 ദിവസം കഴിയുമ്പോൾ എൻ്റെ മുഖക്കുരു വരുമോ എന്ന് നോക്കിയിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യത്തുള്ളൂ ഗൈസ്. ലാസ്റ്റ് എന്തോ ആയി തീരുമെന്തോ. എൻ്റെ ഈ കണ്ണാടി ഇരിപ്പിട്ടില്ല, അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ ക്യാമറയിൽ നോക്കി മൊബൈലിൽ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് മുടിയൊക്കെ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഹെയർ ബാൻഡ് എടുക്കാൻ മറന്നുപോയി. അല്ലെങ്കിൽ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടതുപോലെ സക്സസ് ആയിക്കഴിഞ്ഞാൽ എന്താ പാടുപെടും. ഇല്ലെങ്കിൽ നമ്മൾ അയ്യോ മിക്കവാറും നിങ്ങളെ ഇത് ഞാൻ 2x ഇട്ട് കാണിക്കേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഇടേണ്ടി വരും. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും വർത്താനം പറഞ്ഞു. ഈശോ അയച്ചത് കൊള്ളാം. സോറി, ഞാൻ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടുകൊണ്ട് വന്നത്. അയ്യോ ഇതിനകത്ത് എന്തോ കട്ടയായിട്ട് കിടക്കുന്നു. കോഫി പൗഡറാന്ന് തോന്നുന്നു. എനിക്കാണെങ്കിൽ മുമ്പേ ഒരു എനിക്കാണെങ്കിൽ ഒരു
എത്ര ഒരു 2 മാസം മുന്നേ ഭയങ്കര ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ആയിരുന്നു. പക്ഷെ ഇപ്പം കുറച്ച് കുറവുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ എനിക്ക് പല്ലിൻ്റെ ഡോക്ടറിനെ കുറച്ച് മെഡിസിൻ എഴുതുന്നായിരുന്നു. അപ്പം നമ്മുടെ കൊട്ടാരക്കര ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയാൽ വാങ്ങിച്ചത്. അപ്പം അവിടെ ഞാൻ നോക്കിയപ്പം ഞാനല്ല ശരിക്കും കണ്ടത്, സുബിൻ ചേട്ടന എന്തുവായിരുന്നു, എൻ്റെ പിരിവൊക്കെ പറഞ്ഞു വരുമെന്തോ, അവിടെ ഇതിരുന്നു ഫേസ് വാഷ്. സുബിൻ ചേട്ടൻ പറഞ്ഞു കണ്ടിട്ട് കൊള്ളാടി എന്ന് പറഞ്ഞു. പക്ഷെ കണ്ടിട്ട് കൊള്ളാം എന്ന് പറഞ്ഞതുപോലെ തന്നെ യൂസ് ചെയ്തിട്ട് അടിപൊളിയായിരുന്നു. അങ്ങനെ സാധാരണ എനിക്ക് കോഫി പൗഡറും പഞ്ചസാരയൊക്കെ ആയിട്ട് മിക്സ് ചെയ്യാൻ നേരത്താണ് എൻ്റെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ പോകുന്നത്. ഇപ്പം അതൊന്നും വേണ്ട. പൊട്ടൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇപ്പം എനിക്കതൊന്നും വേണ്ട. ഈ ഫേസ് വാഷ് മാത്രം മതി. ചുമ്മാ ഇട്ടൊന്ന് വഴിക്കുമ്പോഴേ അങ്ങ് പോകും. എന്നാൽ അതിനകത്ത് ചെറിയ ചെറിയ തരികളോ ഒന്നുമില്ല. പക്ഷെ എന്തോ അത് കൊള്ളാം. ഞാനൊരു ദിവസം അതിനെക്കുറിച്ച് വീഡിയോ ഇടാം. ഇത് സക്സസ് ആവുമെന്ന് നമുക്ക് ആദ്യം നോക്കാം. എൻ്റെ മൂക്കിലൊക്കെ ചെന്ന് സ്മെല്ലൊന്നുമില്ല കേട്ടോ. ഞാൻ വെച്ച് ഭയങ്കര സ്മെല്ലായിരിക്കും എന്ന് വെച്ച്. പക്ഷേ എൻ്റെ ഡ്രസ്സിൽ ഫുള്ളായിട്ടുണ്ട്, ബാലൻസ് ഉണ്ട്. ബാലൻസ് ഉള്ളത് നമുക്ക് വേണം. ഓക്കെ, വായിക്കത്തൊക്കെ പോയി. ഓക്കെ, ഇത് നമുക്ക് കയ്യിലിരിക്കുന്ന അങ്ങോട്ടാക്കിയിട്ട് ടിഷ്യൂ പേപ്പർ എടുക്കാം. ദൈവമേ, സക്സസ് ആവണേ. ഞാൻ ഇപ്പോഴേ പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഊട്ടം ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ സംസാരിക്കണ്ടേ അല്ല സംസാരിക്കണ്ടേ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഗൈസ്. അയ്യോ, എൻ്റെ മൂക്ക് ഇത് മിക്കവാറും മൊത്തം ഞാൻ പറിച്ച് കളയും. വിധി എന്തിനാ ഞാൻ വീട്ടെ. ഇതെന്താവും ഏതാവുമെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും നിങ്ങൾ അവസാനം വരെ കാണുക. ജീവനുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എവിടെയെങ്കിലും വെച്ചൊക്കെ വീഡിയോയിൽ കാണാം. ഇതൊക്കെ ഞാൻ എന്തിനാ പറിച്ചെടുക്കുന്നു? ഇവിടെ തന്നെ മുട്ടിച്ച് വെച്ചാൽ പോരെ. ഓക്കെ, ഇവിടെ വെക്കാം. മിക്കവാറും ശ്വാസം കിട്ടാതെ ഞാൻ ചാവുമെന്ന് തോന്നുന്നു ഗൈസ്. ഇവന്റെ മൂക്കൊക്കെ പേപ്പറല്ലേ, കിട്ടുന്നുണ്ട്, ശ്വാസമൊക്കെ കിട്ടുന്നുണ്ട്. ഒട്ടടാ, നമുക്ക് കീറിക്കളയാം. ഇത് നമുക്ക് വേണ്ട, ഇല്ലെങ്കിൽ ഈ അവസാനം വരെ കോമഡി ആയി പോകും. ശരാ, ഈ വീഡിയോ കണ്ട എല്ലാവരും എന്നെ കളിയാക്കുമെന്ന് തോന്നുന്നു. എല്ലാവരും ഇത് കറക്റ്റ് പീസായിട്ട് കട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടാട്ടോ വീഡിയോ എടുക്കുന്നത്. ഞാൻ വിചാരിച്ചു അല്ലാതൊന്ന് ചെയ്യാമെന്ന്. പക്ഷെ ഇപ്പം മനസ്സിലായി, കട്ട് ചെയ്ത് വെച്ചാൽ മതിയായിരുന്നു. ഇത് മറ്റേ എന്തോ ഒരു ഇതുപോലെ ഉണ്ടല്ലേ, എനിക്ക് കണ്ടിട്ട് എന്തോ പോലെ തോന്നുന്നു. എന്തോ ഒരു തിരിച്ചാക്കണ്ടല്ല. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇതിന് മണ്ടക്കൂടെ ഒരു കോട്ടും കൂടെ അടിച്ചു കൊടുക്കാം. എന്താ പറയുന്നു? ഇവിടെ ഉണ്ടോ? ഓ, ഇവിടെ ഉണ്ടല്ലേ. ഓക്കെ, അതിൻ്റെ ഇടയിൽ കൂടെ മുടി. ലിയ വരുന്നു. മുട്ടയുടെ മണം അടിച്ചോ ലിയ? തള്ളി തുറന്നോ നീ? തള്ളി തുറന്നോ കഥക്ക്? നീ എവിടെ ഗൈസ്? പറ്റാത്തത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതിൽ കൂടെ ലിയ എന്തോ മണപ്പിക്കുന്നു. പക്ഷെ മുട്ടയുടെ സ്മെല്ലൊന്നുമില്ല. ഓക്കെ, ഇവിടെ കുറച്ചുണ്ടല്ലേ. എനിക്ക് എന്തോ ഒരു തകരാറ് വന്നതുപോലൊക്കെ ഇരിക്കുന്നു ഗൈസ്. നിങ്ങൾ വിചാരിച്ചു എനിക്കല്ലേലും തകരാറാണല്ലേ. ഇവിടെ ഉണ്ട്. നമ്മൾ വേസ്റ്റ് ചെയ്യണ്ട. ഓക്കെ, നമുക്കൊരു കോട്ടും കൂടെ ഇതിൻ്റെ മുകളിൽ കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നാലും ഇത് കറക്റ്റ് ആവത്തുള്ളൂ എന്നൊക്കെ വീഡിയോയിൽ കാണും. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല. ഞാൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു അന്ന് ചെയ്തത്.
അതുകൊണ്ട് എൻ്റെ മുഖത്തും ആദ്യമായിട്ട് ട്രൈ ചെയ്യുമല്ലോ. അയ്യോ അവസാനം വല്ല മുഖമൊക്കെ വികൃതമാകുന്നുണ്ട്. ഇതെല്ലാം എൻ്റെ ഡ്രസ്സിലായിരുന്നു. ഒന്നും മുഖത്തല്ല പറ്റുന്ന. അയ്യോ ഇതൊക്കെ പറഞ്ഞു പോകുന്നു ഗൈസ്. എന്ത് ചെയ്യും? ഞാൻ വീഡിയോ കണ്ടപ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. തീർന്നു. ഓക്കെ കഴിഞ്ഞടേ ഒന്ന് അടങ്ങിയിരിക്കേ. തീർന്നു. തീരാൻ നേരത്ത് അംഗം കാണിക്കുന്നു. എന്ത് ചെയ്യാനും? നിങ്ങൾ വിചാരിക്കുക എനിക്ക് വട്ടായിരുന്നല്ലേ? ഓ ഭൂതത്തെ പോലിരിക്കുന്നില്ലേ? ഓ ഒരു ടിഷ്യൂ തന്നെ മതി കേട്ടോ. ഒരൊറ്റ ടിഷ്യൂ മതി നമുക്ക് ഇത്രയും ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഒരു ടിഷ്യൂ എടുത്തിട്ടുള്ളൂ. ഈശ്വര എൻ്റെ മൂക്കുത്തി ഇപ്പം ഏത് പരുവാകുമെന്തോ. ഒന്നാമത് എൻ്റെ ഒരു കല്ലടവിയിരിക്കും. ഇപ്പം സുബിൻ ചേട്ടൻ ജോലിയും കഴിഞ്ഞ് വരും. എന്നെ കണ്ട് മിക്കവാറും വെട്ടാൻ ചാൻസ്. ചേട്ടൻ്റെ അടുത്തോട്ട് പോകാൻ നമുക്ക് പറ്റത്തില്ല. കാര്യം എന്താ? മുട്ടയല്ലേ ഇത്. നമ്മളിവിടെ ഒന്നും ഒട്ടിച്ചില്ലായിരുന്നോ? ഒട്ടിച്ചല്ലോ അല്ലേ? ഒട്ടിച്ചായിരുന്നോ? എന്തോ എന്തായാലും ഇവിടെ നിന്ന് ഇച്ചിരി വെച്ച് കൊടുക്കാം. അപ്പോൾ ഓക്കെ ഗൈസ്, ഞാനിത് ഉണങ്ങിയിട്ട് വരാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഉണങ്ങാൻ വിട്ടു കഴിഞ്ഞാൽ ഇപ്പോഴെങ്ങും ഉണങ്ങുന്ന ലക്ഷണമില്ല. കാരണം എൻ്റെ ഡ്രസ്സ് ഫുള്ളായി. കാരണം ഒന്നാമത് ചൂടാ. അപ്പം ഞാൻ വീർത്തോണ്ടിരിക്കും. അപ്പം നമുക്ക് ഫാനിൻ്റെ അടുത്ത് പോയി 15 മിനിറ്റ് ഇരുന്നിട്ട് 15-10 മിനിറ്റ് ഇത് നല്ല ഡ്രൈ ആവുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഹലോ ഗോയ്സ്, അപ്പോൾ ഇത് വലുതായിട്ടൊന്നും ഉണങ്ങിയിട്ടില്ല. പക്ഷെ എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഇതാ ഇവിടെയൊക്കെ ഇനി ഉണങ്ങാനുണ്ട്. പക്ഷെ എനിക്ക് ഇപ്പം സമയം ഇല്ലാത്തതിനാൽ, സുബിൻ ചേട്ടൻ വന്ന് സമയം ഇല്ലാത്തതിനാൽ ഞാൻ ഇത് അഴിക്കാൻ പോവുക. അയ്യോ എന്താവും എന്താ ഒരു കണ്ണിൻ്റെ അവിടെ ഒരു പിടുത്തമുണ്ട്. ഇത് ഇളക്കി നോക്കാം. അയ്യോ എടാ, ഓ നല്ല വേനുണ്ട് കേട്ടോ. അയ്യോ ഇതൊക്കെ ഇതിനകത്ത് മൊത്തം എന്താ രോമം. എടാ ഇതിനകത്ത് ലാസ്റ്റ് എനിക്ക് ഇതൊന്ന് ഫോക്കസ് ചെയ്ത് എടുത്തു തരണേ. കാണിച്ചു തരാം ഗായ്സ്. ഓ നല്ല വേനുണ്ട് കേട്ടോ. വീഡിയോയിൽ കണ്ടോ ഓരോരുത്തർ ചെയ്യുന്നുണ്ടോ? ഞാൻ വിചാരിച്ചു ചുമ്മാ ഒരിക്കുന്ന. പക്ഷെ നല്ല വേനുണ്ട്. ഓ ചിലടത്ത് നനഞ്ഞിരിക്കുന്നിടത്ത് ഒരു കാര്യം ഈ മുട്ട ശരി ഇതൊക്കെ ഉണ്ട്. ചിരിക്കാതാ. അത്രേ ഉള്ളൂ. ചുമ്മാ ഇളക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കത്തുള്ളൂ. അവിഞ്ഞ വാടയും. ഇത് ഉണങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് മുട്ടയുടെ സ്മെല്ല് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? നല്ല വ്യത്യാസമുണ്ട്. കൊണ്ടുപോയി കാര്യമായിട്ട് പറഞ്ഞ ആണോ? എനിക്കും തോന്നുന്നുണ്ട് കേട്ടോ. 2-3 ദിവസമായിട്ട് എന്റെ മുഖം വെയിലുകൊണ്ട് നല്ല ടാൻ അടിച്ചിരുന്നു. ഇനി നമുക്ക് ഇളക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മൂക്കായിരുന്നു. പക്ഷെ ഇച്ചിരി ഇളകുണ്ടല്ലോ മൂക്ക്. പക്ഷെ വലുതായിട്ടൊരിതില്ല. ദാ വൈലറ്റ്സ് ഒക്കെ കാണിച്ചു തരാം ലാസ്റ്റ് നിങ്ങൾക്ക്. അയ്യോ ആ പേപ്പർ എന്ത് ചെയ്യും? രണ്ടും ഇങ്ങോട്ട് വെച്ചില്ല. മൂക്കിൽ ഫുള്ള് പോയോ? ഞാൻ പിടിക്കണ്ട നോന്നു കൊണ്ടുപോയി. പിള്ളേർക്കെല്ലാം ഇത് കാണിച്ചു കൊടുക്കും. പിള്ളേരെല്ലാം വീട്ടിൽ ചെയ്തിട്ട് കിടന്ന് പ്രാപ്പെട്ടില്ല. അയ്യോ സത്യം കേട്ടാ. പ്രാവും കൊച്ചുകൂടാതെ ഞാൻ ആദ്യമായിട്ട് ഇത്ര എഫക്റ്റ് ഇവിടേക്ക് അഴലുന്ന്. എന്തായാലും കാണിച്ചു. എന്റെ ഹെയർ ഫുള്ള് റിമൂവ് ആയിട്ടുണ്ട്. അയ്യോ അപ്പൊ മാസത്തിൽ ഒരു ഇത് ചെയ്താൽ മതിയല്ലേ? മറ്റേ ഒട്ടിക്കുന്ന സാധനം ഉണ്ടല്ലേ, മോന്തക്കെടുത്തൊട്ടില്ല. തൊലിയോടെ പറഞ്ഞു. ഇവിടെ വലിയ കുഴപ്പമില്ല കേട്ടോ. ഇവിടെ ഒരു കുതിർന്നിരിക്കുക. പക്ഷെ ഇവിടെ നല്ല ടൈറ്റ് ആയിട്ടിരിക്കുക.
വീഡിയോയിലാണ് ഞാൻ കാണിച്ചു. കണ്ടോ ഗൈസ്, നല്ല കണക്ക് ഹെയർ ഒക്കെ റിമൂവ് ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ചെറിയ പെയിനൊക്കെ വരും കേട്ടോ, അതൊക്കെ സഹിക്കാൻ പറ്റുന്നു. കൊച്ചു കുട്ടികൾ ആരും ട്രൈ ചെയ്ത് നോക്കരുത്, ഇച്ചിരി നല്ല പെയിൻ ഉണ്ട്. ഞാൻ അപ്പോൾ പോയി മുഖം കഴുകിയിട്ട് വന്നിട്ട് ലാസ്റ്റ് റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ ഗൈസ്, ഞാൻ മുഖമൊക്കെ കഴുകിയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ എന്തോ എനിക്ക് ഒരു എരിച്ചിലും പുകച്ചിലും പോലെ ഉണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് ജസ്റ്റ് ഇങ്ങനെ അടിച്ചാലുണ്ട് ദേഹം ഇങ്ങനെ പൊങ്ങിടും. അപ്പം അതുകൊണ്ടിട്ടാണോ എന്നറിയത്തില്ല, ഒരു തടുപ്പ് പോലെ ഉണ്ട്. അതൊക്കെ എനിക്ക് ഏത് പാക്കറ്റാലും അങ്ങനെ, കുറച്ചില്ലേ സ്ക്രബ് ചെയ്യാൻ നേരത്തും അങ്ങനെ. എനിക്ക് കണ്ടിട്ട് ഒരു ചെറിയൊരു വ്യത്യാസം ഉണ്ടാണെങ്കിൽ തോന്നും. ചേട്ടാ എന്താ അഭിപ്രായം പറ? എന്തെങ്കിലും മാറ്റം ഒരു ചെറിയ തോതിലെങ്കിലും? ചെറിയ മാറ്റമുണ്ട്. അതെ, വലുതായിട്ട് എന്തിനാ തള്ളുന്നത്? ചെറിയൊരു മാറ്റം. അതായത് നമുക്ക് ഒറ്റയടിക്കാൻ നമുക്കങ്ങ് കയറി ഇതാകാൻ പറ്റത്തില്ലല്ലോ. അപ്പം ചെറിയ മാറ്റമുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ ഇവിടെ ഇപ്പൊ പിടിക്കാൻ നല്ല സോഫ്റ്റ് ഉണ്ട്. എനിക്കിവിടെ ബ്ലാക്ക് ഹെഡ്സ് അല്ല, വൈറ്റ് ഹെഡ്സാ ഫേസ് ഇവിടെ. അതൊക്കെ റിമൂവ് കുറച്ചൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ റിമൂവ് ആയിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ പിടിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ട്. എന്താ ഫേഷ്യൽ ഹെയർ എല്ലാം റിമൂവ് ആയെന്ന് തോന്നുന്നു. പിന്നെ 2 ദിവസം കഴിയുമ്പോൾ അറിയാൻ കുരുപ്പ് എല്ലാം വരുമോന്ന്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.